പ്രളയ ദുരിത നിവാരണത്തിനായി കേരളത്തിനായി ജിഎസ്ടിയിൽ സെസ് ചുമത്തുന്നതിന് ജിഎസ്ടി കൗൺസിലിനോട് ശുപാർശ ചെയ്യും. ഇന്ന് ചേർന്ന ജിഎസ്ടി മന്ത്രിതല ഉപസമിതി യോഗത്തിലാണ് ഈ തീരുമാനം. കേരളത്തിനുള്ള വിദേശ വായ്പാ പരിധി ഉയർത്തുന്നതിന് ജിഎസ്ടി കൗൺസിൽ വഴി കേന്ദ്ര സർക്കാരിനോട് ശുപാർശ ചെയ്യാനും യോഗം തീരുമാനിച്ചു. ബീഹാർ ധനമന്ത്രി സുശീൽ കുമാർ മോദി അധ്യക്ഷനായ മന്ത്രിസഭാ ഉപസമിതി ഇന്ന് ഡൽഹിയിൽ ചേർന്ന യോഗത്തിലാണ് നിർണായക ശുപാർശകൾ ജിഎസ്ടി കൗൺസിലിന് സമർപ്പിക്കാൻ തീരുമാനിച്ചത്. അഖിലേന്ത്യാടിസ്ഥാനത്തിലുള്ള പ്രളയ സെസ് പിരിക്കുക എന്നത് പ്രായോഗികമല്ല എന്ന് യോഗം വിലയിരുത്തി. ഈ സാഹചര്യത്തിലാണ് നിലവിൽ കേരളത്തിന് മാത്രമായി സെസ് പിരിക്കാൻ ധാരണയിലെത്തിയത്. 2 വർഷത്തേക്ക് 1% സെസ് ചുമത്താൻ അനുവദിക്കണമെന്ന് ജിഎസ്ടി കൗൺസിലിനോട് ശുപാർശ ചെയ്യും. കേരള സർക്കാരിന് തീരുമാനിക്കാൻ അവകാശമുണ്ടാവും ഏതെല്ലാം ഉൽപ്പന്നങ്ങളുടെ മേലാണ് ചുമത്തുന്നത്, അല്ലെ എല്ലാ ഉൽപ്പന്നങ്ങളുടെ മേലാണോ. പ്രളയാനന്തര കേരളത്തിന്റെ പുനരുദ്ധാരണത്തിന് വിദേശ വായ്പാ പരിധി ഉയർത്തണം എന്ന ആവശ്യം സംസ്ഥാനം മാസങ്ങളായി ഉന്നയിക്കുന്നുണ്ടെങ്കിലും കേന്ദ്ര സർക്കാർ ഇതുവരെ വഴങ്ങിയിട്ടില്ല. ഈ സാഹചര്യത്തിൽ 3% എന്ന നിലവിലെ വായ്പാ പരിധി ഉയർത്താൻ അനുവദിക്കണമെന്ന് ജിഎസ്ടി കൗൺസിൽ വഴി കേന്ദ്ര സർക്കാരിനോട് ശുപാർശ ചെയ്യാനും ഇന്നത്തെ യോഗത്തിൽ ധാരണയായിട്ടുണ്ട്. കേന്ദ്ര സർക്കാരായിരിക്കും തീരുമാനിക്കുക എത്രയാണ് പുറത്തുനിന്നുള്ള വായ്പ എടുക്കാൻ അനുവദിക്കുക തുടങ്ങിയ കാര്യങ്ങൾ. ഈ മാസം 10-നാണ് അടുത്ത ജിഎസ്ടി കൗൺസിൽ യോഗം. മന്ത്രിതല സമിതിയുടെ ശുപാർശകളിൽ കൗൺസിലിൽ എതിർപ്പുണ്ടാകില്ല എന്നാണ് പ്രതീക്ഷിക്കുന്നതെന്ന് ധനമന്ത്രി തോമസ് ഐസക് പറഞ്ഞു. മീഡിയ 1 ഡൽഹി.